ഗുജറാത്ത് ഉയർത്തിയ 217 റൺസ് എന്ന വിജയലക്ഷ്യം രാജസ്ഥാൻ പിന്തുടരുമ്പോൾ ആദ്യ 3 ഓവറിനുള്ളിൽ തന്നെ രാജസ്ഥാൻ എല്ലാം പിഴച്ചിരുന്നു. യശസ്വി ജയ്സ്വാൾ എന്ന അവരുടെ ഓപ്പണറും കഴിഞ്ഞ മത്സരത്തിൽ മികച്ച ഫോമിൽ തിളങ്ങിയ നിതീഷ് റാണ എന്ന താരവും ആ സമയത്തിനുള്ളിൽ കൂടാരം കയറിയിരുന്നു. ശരിക്കും രാജസ്ഥാൻ ഈ മത്സരത്തിൽ അടിതെറ്റിയത് ഈ 2 പുറത്താകലുകൾ കണ്ടുകൊണ്ടാണ്. കാരണം രണ്ടുപേരും, യശസ്വി ജയ്സ്വാൾ നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഫോമിലേക്ക് തിരിച്ചെത്തിയിരുന്നു. അതിനു മുമ്പത്തെ മത്സരത്തിൽ നിതീഷ് റാണ അദ്ദേഹം തൻ്റെ മികച്ച ഫോമിൽ തിളങ്ങിയ താരമായിരുന്നു. അപ്പോൾ ഈ 2 താരങ്ങൾ, ഫോമിലുള്ള 2 താരങ്ങൾ ആദ്യം 3 ഓവർ ആകുമ്പോഴത്തേക്കും പവലിയനിലേക്ക് മടങ്ങിയതോടെ ഇത്രയും വലിയൊരു സ്കോർ 217 എന്ന സ്കോർ ചേസ് ചെയ്യുന്നതിൽ ആ സമയത്ത് തന്നെ രാജസ്ഥാന് വീഴ്ച വന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ സഞ്ജു സാംസൺ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു. അതിനൊപ്പം ഹെറ്റ്മേർ, നമുക്കറിയാം കഴിഞ്ഞ കുറേ മത്സരങ്ങൾ അദ്ദേഹത്തെ വളരെ വൈകിട്ടാണ് അദ്ദേഹത്തെ ഇറക്കാറുണ്ടായിരുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് കൂടുതൽ പന്തുകൾ നേരിടാനുള്ള അവസരവും ലഭിച്ചിരുന്നില്ല. പക്ഷേ ഈ മത്സരത്തിൽ അദ്ദേഹം ഒരു പരിധിവരെ തൻ്റെ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും നിർണായക ഘട്ടത്തിൽ അദ്ദേഹവും പുറത്താകുന്നു. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ട താരം സായി സുദർശനാണ്. നേരത്തെ പറഞ്ഞതുപോലെ സായി സുദർശന്റെ ഫോം 82 റൺസാണ് 53 പന്തുകളിൽ അദ്ദേഹം നേടിയത്. ഈ പരമ്പരയിൽ ഒട്ടാകെ ഏറ്റവും മികച്ച രീതിയിൽ 50കളുമായി കൺസിസ്റ്റന്റായി സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സായി സുദർശൻ എന്ന ഗുജറാത്തിന്റെ ഓപ്പണർ. ഒരുപക്ഷെ ശുഭ്മാൻ ഗില്ലിനേക്കാളും മികച്ച ഫോമിൽ അദ്ദേഹം ഈ ഒരു പരമ്പരയിൽ ആകെ തിളങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം 82 റൺസ് നേടിക്കൊണ്ട് ടീമിന്റെ നെടുന്തൂണാവുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ ഈ ഒരു പരമ്പരയിലെ സ്കോർ നോക്കുകയാണെങ്കിൽ 272 റൺസ് അദ്ദേഹം ഈ പരമ്പരയിൽ ഒട്ടാകെ നേടിയിരിക്കുകയാണ്. അതായത് സ്കോർ റൺസ് നേടിയവരിൽ ഏറ്റവും മുന്നിലുള്ള നിക്കോളാസ് പൂരിന് തൊട്ടടുത്തായി സായി സുദർശനും ഇപ്പോൾ 2ാം സ്ഥാനത്തുണ്ട്. ഒരു ഇന്ത്യൻ താരം ഈ ഒരു ലിസ്റ്റിൽ 2ാം സ്ഥാനത്തുണ്ട് എന്നത്, അതും അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ കളിക്കാനുള്ള അവസരമൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു താരം ഈ ഒരു ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളത് തീർച്ചയായും ആ താരത്തെ സംബന്ധിച്ചിടത്തോളം, ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. സായി സുദർശൻ 30 ഇന്നിംഗ്സുകൾ IPL പൂർത്തിയാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തവരുടെ ലിസ്റ്റിൽ 2ാം സ്ഥാനത്താണ് ഇപ്പോൾ അദ്ദേഹം. 1307 റൺസാണ് 30 ഇന്നിംഗ്സുകൾ പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹം എടുത്തിരിക്കുന്നത്. അതും 49 എന്ന ആവറേജിൽ 142 എന്ന വളരെ മാന്യമായ ഒരു സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം 30 IPL ഇന്നിംഗ്സുകൾ കഴിഞ്ഞപ്പോൾ 1307 റൺസുമായി ഈ ഒരു ലിസ്റ്റിൽ 2ാമതുള്ളത്. 1ാമതുള്ളത് ഷോൺ മാർഷാണ്, 1338 റൺസ്. നമുക്കറിയാം പ്രഥമ IPL സീസണിൽ രാജസ്ഥാന്റെ താരമായിരുന്നു ഷോൺ മാർഷ്. അതുപോലെ ഈ ലിസ്റ്റിൽ ഗെയിലിനേക്കാളും മുമ്പിലാണ് സായി സുദർശൻ എന്നുള്ളത് തീർച്ചയായും അദ്ദേഹത്തിന് അഭിമാനിക്കാൻ ഉതകുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. അതിനൊപ്പം തന്നെ സായി സുദർശന്റെ ഫോം എന്ന് പറയുമ്പോൾ തീർച്ചയായും അദ്ദേഹം ഒരു ഓപ്പണറാണ്. ഈ ഒരു ഫോമിൽ അദ്ദേഹം കളിക്കുകയാണെങ്കിൽ തീർച്ചയായും യശസ്വി ജയ്സ്വാളിനേക്കാളും ശുഭ്മാൻ ഗില്ലിനേക്കാളും സഞ്ജു സാംസണേക്കാളും അതുപോലെ അഭിഷേക് ശർമ്മയെക്കാളും ഒക്കെ ഈ ഒരു പരമ്പരയിൽ ഓപ്പണറായി തിളങ്ങി നിൽക്കുകയാണ് സായി സുദർശൻ. തീർച്ചയായും ഇന്ത്യയുടെ T20 ടീമിലേക്ക് ഇങ്ങനെയൊരു താരം വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസിക്കലായി കളിക്കുന്ന ഒരു താരം പതിയെ തുടങ്ങിക്കൊണ്ട് പിന്നീട് അടിച്ചു തകർക്കുന്ന ഒരു ശൈലിയാണ് സായി സുദർശൻ്റെ. നമുക്കറിയാം വർഷങ്ങളായി ശിഖർ ധവാനും അതുപോലെ വിരാട് കോഹ്ലിയും ഒക്കെ ഈ ഒരു സ്റ്റൈലിലാണ് അവരുടെ ഇന്നിംഗ്സുകൾ പടുത്തുയർത്തിയിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ കളിക്കുന്ന ഒരു താരത്തെ ഇന്ത്യൻ ടീം നോക്കുകയാണെങ്കിൽ തീർച്ചയായും സായി സുദർശന് ഇന്ത്യയുടെ T20 ടീമിലേക്ക് അവസരം ലഭിക്കേണ്ട പ്രകടനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 9 ഇന്നിംഗ്സുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ 6ലും 50 നേടിയ താരമാണ് സായി സുദർശൻ. അതിനൊപ്പം തന്നെ ഒരു ഇന്നിംഗ്സിൽ സെഞ്ചുറിയും അടിച്ചു. അതായത് 9 ഇന്നിംഗ്സുകളിൽ 6 50 പ്ലസ് 1 സെഞ്ചുറി എന്ന രീതിയിലാണ് സായി സുദർശൻ കഴിഞ്ഞ 9 IPL ഇന്നിംഗ്സുകളിലായി റൺസ് നേടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും സായി സുദർശന്റെ ഫോം തന്നെയാണ് ഗുജറാത്തിനെ ഈ ഒരു മത്സരത്തിൽ വിജയിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. മറുവശത്ത് സഞ്ജു സാംസന്റെ തിരിച്ചുവരവിന് ശേഷം ഒരു മത്സരം രാജസ്ഥാൻ ജയിച്ചെങ്കിലും 2ാമത്തെ മത്സരം ഇപ്പോൾ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ജോഫ്ര ആർച്ചർ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. അതുപോലെ സഞ്ജുവിൻ്റെയും ഹെറ്റ്മേറുടെയും ഒറ്റപ്പെട്ട ബാറ്റിംഗ് ഒഴിവാക്കി നിർത്തുകയാണെങ്കിൽ തീർച്ചയായും രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാറ്റിങ്ങും ബോളിങ്ങും കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ച ഒരു മത്സരമായിരുന്നു ഇത്. അപ്പോൾ രാജസ്ഥാൻ ഒരു മത്സരം സഞ്ജു ക്യാപ്റ്റൻസിയിൽ ഒരു മത്സരം ജയിച്ചു, 2ാമത്തെ മത്സരം ഇപ്പോൾ തോറ്റിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ രാജസ്ഥാൻ പോയിന്റ് ടേബിളിലും ഈ ഒരു തോൽവിയോടെ ഒരുപാട് താഴേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഗുജറാത്ത് മുന്നിലേക്ക് എത്തിയപ്പോൾ രാജസ്ഥാൻ അവരുടെ പ്രകടനം അടുത്ത മത്സരങ്ങളിലെങ്കിലും മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്.